കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ഷമീറിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നജീബിൻ്റെ പിതാവ് നമ്മളൊപ്പം ഉണ്ട്. നജീബ് ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. മോനെ വിളിച്ചായിരുന്നോ? എന്താ സംഭവം എന്താണെന്നാണ് പറഞ്ഞത്? മോനെ വിളിച്ചായിരുന്നു. മോന് 4 വർഷം കൊണ്ട് ഈ ഷമീറും മോനും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അപ്പം ഇന്നലെ രാവിലെ 11:30 മണിക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ എന്നെ വിളിച്ച് പറയുന്നു, ഇതുപോലെ നജീബിനൊരു അപകടം ഉണ്ടായി, അതുപോലെ ഷമീർ മരിച്ചുപോയി, ആരോടും പറയണ്ട. ഈ നജീബിനോട് സംസാരിച്ചോ? എന്താ അപകടം എങ്ങനെയാണ് ഉണ്ടായെന്നാണ് പറയുന്നത്? തീപിടുത്തം ഉണ്ടായി, അവനെ രക്ഷപ്പെടാൻ നോക്കി, നടന്നില്ല. അങ്ങനെ അവൻ്റെ കൂടെ താമസിച്ചവരെ മൊത്തം രക്ഷപ്പെടുത്തി. മോൻ അവന് ചാടി. മോൻ എവിടെ പരിക്കൊക്കെ ഉള്ള? എവിടെ? കാലിൽ, കയ്യിൽ, പിന്നെ മൊത്തം പരിക്ക. ഈ ഷമീറിന് എന്താ സംഭവിച്ചെന്നാണ് പറയുന്നത്? അവൻ തീ പിടിച്ചപ്പോൾ അവനും ചാടി രക്ഷപ്പെടാൻ, പക്ഷേ തല പോയി അടിച്ച് അവൻ കുളത്തിൽ വീടും മരിച്ചു. എന്താ പറയുന്നത്? ഒരുമിച്ചായിരുന്നു താമസം? താഴെ മേളിലും. എൻ്റെ മോൻ 2ാമത്തെ നിലയിലും അപ്പം 3ാമത്തെ നിലയിലും വരുന്നത്. വിളിക്കുമ്പോഴൊക്കെ ഷമീറിൻ്റെ കാര്യമായിരിക്കും പറയുന്നല്ലേ? അവന് വിഷമം, ഞാൻ മരിച്ചാലും വേണ്ടിയല്ല അവൻ മരിക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാക്കും. അതുതന്നെയാണ് കാര്യം. മകൻ പരിക്കുകളോടെ രക്ഷപ്പെട്ട പരിക്കുകളുണ്ട്, കൈക്കൊടിവുണ്ട്, കാലിനൊടിവുണ്ട്, ശരീരമാസകലം മുറിവുകളുണ്ട്. പക്ഷേ ആരോഗ്യം വീണ്ടെടുക്കാവുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷേ ഷമീറിൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ഷമീർ മരിച്ചതിൻ്റെ ആ ആഘാതത്തിൽ നിന്ന് നജീബ് വിട്ടുമാറിയിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണീര് കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് സമാനമാണ് പല സ്ഥലങ്ങളിലുമുള്ള പരിക്കേറ്റ് കിടക്കുന്ന ആൾക്കാരുടെ കുടുംബങ്ങളുടെയും അവസ്ഥ. ക്യാമറമാൻ ഷാനാസ് പരിദിനം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.